നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനിയുള്ള 1 മണിക്കൂർ സമയം ഇന്ന് പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ, ചില പ്രത്യേക റിപ്പോർട്ടുകളിലൂടെ, പ്രതികരണങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോകും. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആരംഭിക്കുകയാണ് പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകരുടെ പ്രതികരണ വേദി കൂടിയാണ് ഈ പരിപാടി. പ്രേക്ഷകർക്ക് തത്സമയം ഈ പരിപാടിയിൽ പ്രതികരിക്കാനുള്ള അവസരമുണ്ടാകും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അറിയിക്കാനുള്ള അവസരം എന്നുള്ള നിലയിലാണ് ഈ ക്രമീകരണം ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതിനുള്ള നമ്പർ ഇതാണ്: 048428305010. നമ്പർ ഒരിക്കൽ കൂടി 048428305010. നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ദൃശ്യങ്ങൾ, അതൊക്കെ വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യം കൂടി ഞങ്ങൾ ഒരുക്കുന്നു. അതിനുള്ള നമ്പർ ഇതാണ്: 62 35 96 89 37. നമ്പർ ഒരിക്കൽ കൂടി: 62 35 96 89 37. ഇന്നത്തെ വാർത്താദിനം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ലൈംഗികാതിക്രമ പരാതിയിൽ 4 നടന്മാരുൾപ്പെടെ 7 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു പോലീസ്. എം മുകേഷ് MLA, ജയസൂര്യ, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുകേഷിനെതിരെ ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള ശ്രമമാണ് പരാതിക്കാരി നടത്തുന്നതെന്നാണ് മുകേഷിന്റെ വാദം. സാംസ്കാരിക കേരളത്തിന് മുൻപിൽ മലയാള സിനിമ വീണ്ടും തലകുനിക്കുന്നു. ലൈംഗിക അതിക്രമ പരാതിയിൽ 4 നടന്മാരടക്കം 7 പേർക്കെതിരെയാണ് പോലീസ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തത്. ഹേമ കമ്മിറ്റി ഇമ്പാക്ട് പടർന്നു പിടിക്കുകയാണ്. MLAയുടെ വാദം പോലീസ് തള്ളി. കേസെടുത്തു, അതും ബലാത്സംഗത്തിന്. ഒറ്റയ്ക്കല്ല, സിനിമയിലെ ചില കൂട്ടുകാരും മുകേഷിനൊപ്പമുണ്ട്. മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ലൈംഗിക അതിക്രമ പരാതിയിൽ ഇന്ന് കൊച്ചി പോലീസ് കേസെടുത്തത്. തെളിവുകൾ എന്ന് വെച്ചാൽ നമ്മൾ പോയ സ്ഥലം, നമ്മൾ ഏത് സമയത്താണ്, അതുപോലെ തന്നെ നമുക്ക് ഫോണിൻ്റെ ചാറ്റിങ്ങും റെക്കോർഡിങ്സും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആരോടത്ത് അന്ന് ഷെയർ ചെയ്തു, അന്ന് ആരോടൊക്കെ ഷെയർ ചെയ്തു, അപ്പോൾ അതിൻ്റെ അടുത്ത് അന്ന് ഷെയർ ചെയ്തവരെല്ലാവരും ഇന്ന് പറയാൻ റെഡിയാണ്. അമ്മയുടെ മക്കളെ നേരെയാക്കാൻ 4 വനിതാ ഉദ്യോഗസ്ഥർക്കാണ് സർക്കാർ ചുമതല നൽകിയിരിക്കുന്നത്. അജിത ബീഗവും പൂങ്കുഴലിയും ഐശ്വര്യ ഡോങ്റയും അടങ്ങുന്ന അന്വേഷണ സംഘം പവർ ഗ്രൂപ്പിനെ പിടിച്ചുകെട്ടാൻ വടിവെട്ടാൻ തുടങ്ങിയതേയുള്ളൂ. വെള്ളിത്തിരയിലെ നക്ഷത്രങ്ങളുടെ മിനുക്കം കുറഞ്ഞു തുടങ്ങി, ഓടിത്തുടങ്ങി. അല്ല, കേസ് മിക്കവാറും ഇന്ന് SITക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ ഞങ്ങൾ അന്വേഷണം ഏറ്റെടുത്ത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. MLAയുടെ അറസ്റ്റ് കോടതി തടഞ്ഞു. രാജി വേണ്ടെന്ന് പാർട്ടിയും പറഞ്ഞു. ഇതുവരെ ക്ലൈമാക്സ് ശുഭം. പക്ഷേ ധാർമ്മികതയുണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന കേരളത്തിലെ സ്ത്രീപക്ഷ പ്രവർത്തകരുടെ ശബ്ദം എങ്ങനെയാണ് CPIM കേട്ടില്ലെന്ന് നടിക്കുക? വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ബലാത്സംഗ കേസിൽ എം മുകേഷ് MLAക്ക് താൽക്കാലിക ആശ്വാസം. അടുത്ത മാസം 3 വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എറണാകുളം ജില്ലാ സെഷൻസ് കോടതി. തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് എന്നാണ് മുകേഷിന്റെ വാദം. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, പാർട്ടി MLA ആണ്, എങ്കിലും ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നേരത്തെ ഈ ദുർബലമായ വകുപ്പുകൾ ചുമത്തുമോ, രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുമോ എന്നുള്ള വിമർശനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ ഒരു ഭാഗത്തു നിന്ന് കേട്ടിരുന്നെങ്കിലും ബലാത്സംഗമാണ് ചുമത്തിയിരിക്കുന്നത്. കടുത്ത നടപടി പ്രതീക്ഷിക്കുന്നുണ്ട് മുകേഷും. അതുകൊണ്ട് തന്നെ നാടകീയമായി കോടതിയെ സമീപിക്കുന്ന നിലയുണ്ടാകുന്നു. ഇപ്പോൾ 5 ദിവസം അറസ്റ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വിശദമായി 5 ദിവസത്തിന് ശേഷം കോടതി ആ വിഷയം കേൾക്കാൻ പോകുന്നു. എത്രത്തോളം ആശ്വാസകരം ആണ് നിലവിലെ ഈ നിയമവഴിയിലുള്ള പോരാട്ടം മുകേഷിനെ സംബന്ധിച്ചിടത്തോളം? എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ മുകേഷ്? ശ്രീകാന്ത്. റീജിത്ത്, ഇന്ന് രാവിലെ മുകേഷ് കോടതിയിലേക്ക് തൽക്കാലം പോകുന്നില്ല എന്നുള്ളതായിരുന്നു കേട്ടത്. പക്ഷേ പിന്നീട് അത് മാറി. മുകേഷ് കോടതിയെ സമീപിച്ചു. വൈകിട്ട് 3 മണിക്ക് കോടതി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് അതിനാടകീയമായി ഹൈക്കോടതിയിൽ പോകാതെ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് പോയി. അവിടെ നിന്നും അനുകൂലമായ ഉത്തരവ്, തൽക്കാലം അറസ്റ്റ് ചെയ്യരുത് മുകേഷിനെ എന്ന ഉത്തരവ് നേടിയെടുത്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ അഭിഭാഷകൻ ഇതിനെ എതിർത്തില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇതിൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നതിന് സമയം ചോദിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ഈ ആനുകൂല്യം കൂടി മുകേഷിന് കിട്ടി എന്ന് വേണം അനുമാനിക്കേണ്ടത്. മുകേഷ് എന്ന പ്രധാനമായും ഉന്നയിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ്: താൻ നിരപരാധിയാണ്, പരാതിക്കാരിക്ക് ദുരുദ്ദേശമുണ്ട്, ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് പരാതിക്കാരിയുടെ ലക്ഷ്യം,
15 വർഷം മുമ്പുള്ള സംഭവത്തിലാണ് ഇപ്പോഴത്തെ പരാതി. 2009 മാർച്ച് 7 പരാതിക്കാരി ഇമെയിൽ അയച്ചു. ആരോപണങ്ങൾ നിഷേധിച്ചായിരുന്നു ഇമെയിൽ. പരാതിക്കാരി വർഷങ്ങൾക്ക് മുൻപ് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഇതിനായി വാട്സപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകി. മുകേഷിന്റെ വാദം ഇങ്ങനെ പോകുന്നു. അദ്ദേഹത്തിന്റെ വാദം, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ കൂടി കോടതിയിൽ സമർപ്പിച്ച ശേഷം ആവശ്യപ്പെട്ടത് ഇതെല്ലാം തനിക്ക് തെളിയിക്കുന്നതിന് ഒരവസരം നൽകണം, അതുവരെ തന്നെ അറസ്റ്റ് ചെയ്യരുത്, താനൊരു ജനപ്രതിനിധിയാണ്, നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒളിച്ചോടില്ല എന്ന് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ കോടതി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യരുത് തൽക്കാലത്തേക്ക് എന്ന് ഉത്തരവിട്ടു. 2-ാം തീയതി കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരും. 3-ാം തീയതി ഇതിൽ സ്വാഭാവികമായും ഒരു ഉത്തരവ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ജാമ്യാപേക്ഷയിലാണ് ഉത്തരവ്. സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ ഇനിയിപ്പം ജയിലിലേക്ക് അദ്ദേഹം മുകേഷ് പോകും എന്നുള്ളത് പ്രതീക്ഷിക്കുകയേ വേണ്ട. സാധാരണഗതിയിൽ നോട്ട് ടു അറസ്റ്റ് കിട്ടിയാൽ അത് ജാമ്യത്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യം അത് സാങ്കേതികമായി അങ്ങനെയാണ് നടക്കാറുള്ളത്. ഇല്ലെങ്കിൽ അത് വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാകണം. അത്രയധികം തെളിവുകളൊക്കെ ഹാജരാക്കേണ്ടി വരും. ഈ പശ്ചാത്തലത്തിൽ അതുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നില്ല. എന്തായാലും മുകേഷിന് ആശ്വാസം. ഒപ്പമുള്ളവർക്ക് കൂടി ജാമ്യം കിട്ടുന്ന രീതിയിലേക്ക് മുകേഷിന്റെ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഉപയോഗിക്കപ്പെടുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. സിദ്ദിഖ് അടക്കമുള്ളവർ ഇപ്പോൾ കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, കോടതി നടപടികൾ ശ്രദ്ധേയമായിരിക്കും. 2-ാം തീയതി ഈ വിഷയം കോടതി പരിഗണിക്കാൻ പോകുന്നുണ്ട്. 3-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമെന്ന് വിലയിരുത്താവുന്ന ഒരു തീരുമാനം. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, CPIM-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമെന്ന് വിലയിരുത്താവുന്ന ഒരു തീരുമാനമാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുത്തതോടെ ഇടവേളയില്ലാതെ നെട്ടോട്ടമോടുകയാണ് നടന്മാർ ഉൾപ്പെടെയുള്ളവർ. അറസ്റ്റ് ഒഴിവാക്കാൻ ഓരോരുത്തരായി കോടതി കയറുന്ന കാഴ്ചയാണ്. നാട്ടിലെ സാഹചര്യം മോശമായതിനാൽ വിദേശത്ത് നിന്ന് ഉടൻ മടങ്ങേണ്ട എന്ന് യുവ സൂപ്പർ സ്റ്റാറുകൾക്ക് വരെ തീരുമാനമെടുക്കേണ്ടി വന്നു. മലയാള സിനിമയുടെ ബാനറിൽ അമ്മയും മക്കളും നിർമ്മിച്ച ഡർട്ടി പിക്ചർ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെ ഭേദിച്ച് മുന്നേറുകയാണ്. സിനിമയിലാകെ സർപ്രൈസ് എൻട്രികളാണ് ആദ്യാവസാനം. ഏറ്റവും ഒടുവിൽ നായകനും വില്ലനും സഹനടനും സംവിധായകനുമൊക്കെ ഈ കാണുന്ന കോടതിക്ക് മുന്നിലെത്തുന്നിടത്താണ് ട്വിസ്റ്റ്. ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചു തകർത്തവർ പരക്കം പായുന്ന ശരിക്കും കാഴ്ചയാണ് കേരളം തത്സമയം കാണുന്നത്. അറസ്റ്റിനായി എതിരാളികൾ മുറവിളി കൂട്ടുമ്പോൾ ജനപ്രതിനിധി കൂടിയായ മുകേഷിന് പരസ്യമായി പുറത്തിറങ്ങാനാകുന്നില്ല. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അറസ്റ്റ് തടയാൻ വക്കീലുമാരെ കാണാൻ കൊച്ചിയിലേക്ക് മുകേഷ് ഓടിയെത്തിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അറസ്റ്റ് തടഞ്ഞുള്ള കോടതി ഉത്തരവ് മുകേഷിന്റെ ഓട്ടത്തിന് താൽക്കാലിക ആശ്വാസമാണ്. മുകേഷിന്റെ വഴിയെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിദ്ദിഖും. കേസെടുത്ത ദിവസം സിദ്ദിഖ് ഊട്ടിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെന്നായിരുന്നു വിവരം. പിന്നീട് നാട്ടിലെത്തിയെന്നും ഇപ്പോൾ മധുരയിലാണെന്നും അടുപ്പമുള്ളവർ പറയുന്നു. എന്നാൽ സിദ്ദിഖിനെ കണ്ടവരെ കാണാനില്ല. അമേരിക്കയിലുള്ള നടൻ ജയസൂര്യാകട്ടെ അവിടമാണ് സേഫ് എന്ന് കരുതി കേരളത്തിലേക്കുള്ള യാത്ര നീട്ടുകയാണ്. നാട്ടിൽ വന്ന് പുലിവാല് പിടിക്കാനില്ലെന്നാണ് നടന്റെ തീരുമാനം. താരസംഘടനയുടെ തലപ്പത്ത് കാലങ്ങളോളം ഇരുന്ന ഇടവേള ബാബുവിന് ഇപ്പോൾ ഇടവേളയില്ല. നിയമ നടപടികളുടെ ആലോചനയ്ക്ക് ഇടവേള ബാബു തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെത്തി. കേസിൽ കുടുങ്ങിയവരിൽ സംവിധായകൻ VK പ്രകാശിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലുണ്ട്. പരാതിക്കാരിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഹണി ട്രാപ്പ് കേസിലെ പ്രതിയെന്നും പറഞ്ഞാണ് പ്രകാശ് കോടതിയിലെത്തിയത്. സിനിമയിലെ ഇൻട്രോയോ ക്ലൈമാക്സോ അല്ല. അക്കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടതുകൊണ്ടാകും താരങ്ങളായവരുടെ ഈ നെട്ടോട്ടം. തമിഴ് സൂപ്പർ തിരപ്പടത്തെക്കാൾ ത്രില്ലടിപ്പിക്കുന്നതാണ് ഫസ്റ്റ് ഹാഫ്. ഇനി അറിയേണ്ടത് ഇന്റർവെല്ലിന് മുൻപ് കോടതിയുടെ ഒരു ഇന്റർവെൻഷൻ ഉണ്ടാകുമോ എന്നാണ്. അതില്ലാത്ത പക്ഷം ക്ലൈമാക്സ് പൂജപ്പുരയിൽ തന്നെയെന്ന ഉറപ്പ്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി.
ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. അതിനു മുമ്പ് കമന്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. ഒട്ടുമിക്ക കമന്റുകളും കാണാൻ കഴിയുന്നത് സിനിമാ മേഖലയിലെ ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്ന വിവാദം, വെളിപ്പെടുത്തലുകൾ, അത് പരാതിയായി പിന്നീട് മാറുന്നത്, അന്വേഷണ സംഘം വരുന്നത്, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്. അതിനെയൊക്കെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളാണ് കൂടുതലും കാണാൻ കഴിയുന്നത്. അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാർ പുറത്തു വരട്ടെ എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ചില ആളുകൾ. നിങ്ങൾക്കിത് മാത്രമേ പറയാനുള്ളൂ, മറ്റു വാർത്തകളൊക്കെ എവിടെ എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രേക്ഷകർ കമൻറ്റുകൾ അറിയിക്കുന്നുണ്ട്. കോട്ടയത്ത് പെരുമഴയാണ് എന്ന് പറയുന്നു ജോസ്വിൻ ജോസഫിനെ പോലുള്ള പ്രേക്ഷകൻ. പാലക്കാട് നല്ല മഴയുണ്ട് എന്ന് നമിത ഫാത്തിമ എന്ന് പറയുന്ന പ്രേക്ഷകർ പറയുന്നു. മറ്റു വാർത്തകൾ കൂടി കാണിക്കണേ എന്നുള്ളൊരു അഭിപ്രായം ഹസ്ന നാസിർ എന്ന് പറയുന്ന പ്രേക്ഷക പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അത് സമയത്തിനനുസരിച്ച് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കുകയും ചെയ്യാം. വിവാദങ്ങൾ കത്തുകയാണെങ്കിലും മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് CPIM. ഇന്ന് ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിൻ്റെതാണ് തീരുമാനം. മുകേഷ് രാജിവെക്കണമെന്ന കടുത്ത നിലപാടെടുത്ത CPI അവസാനം പിന്നാക്കം പോയിരിക്കുന്നു. മുകേഷ് രാജിവെക്കുന്നതാകും ഉചിതമെന്ന CPI നിലപാട് മുഖ്യമന്ത്രിയെയും CPIM സംസ്ഥാന സെക്രട്ടറിയെയും അറിയിക്കാൻ തീരുമാനിച്ചു. സദാചാര ആരോപണം ഉയർന്നതിന്റെ പേരിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ വരെ പുറത്താക്കിയ ചരിത്രമാണ് CPIM-നുള്ളത്. എന്നാൽ അതേ പാർട്ടി ഇന്ന് മുകേഷിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വൈകുകയാണ്. മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്നാണ് ഇന്ന് ചേർന്ന CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റിന്റെ നിലപാട്. ലൈംഗികാതിക്രമ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു. എന്നാൽ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടേണ്ടെന്നാണ് അവൈലബിൾ സെക്രട്ടേറിയറ്റ് ധാരണയിലെത്തിയത്. ആരോപണത്തിന്റെ സത്യാവസ്ഥ തെളിയുന്നതിനു മുൻപ് MLA സ്ഥാനം രാജിവെക്കണമെന്നത് രാഷ്ട്രീയ പ്രേരിതമായ ആവശ്യമെന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. കോൺഗ്രസും BJP-യും ഉന്നയിക്കുന്ന ഈ ആവശ്യത്തിന് വഴങ്ങേണ്ടതില്ല. എന്നാൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കും. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുകേഷിന്റെ രാജി ആവശ്യം വീണ്ടും ചർച്ചയാകും. ഇതിലാകും അന്തിമ തീരുമാനം. ഇതിനിടെ കടുത്ത അഭിപ്രായ ഭിന്നതയ്ക്കൊടുവിൽ മുകേഷ് രാജിവെക്കുന്നതാകും ഉചിതമെന്ന് CPI നിലപാടെടുത്തു. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് മുതിർന്ന നേതാക്കളായ ആനി രാജയും പ്രകാശ് ബാബുവും ആവശ്യപ്പെട്ടിരുന്നു. ഒരു മിനിറ്റ് പോലും ആ പദവിയിലിരിക്കാനുള്ള ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും മുന്നണിയുടെ ഗവൺമെന്റിനെയും ഒരു പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്ക് മുകേഷ് പോകാൻ പാടില്ല. അത് യുക്തമായ നിലയിൽ മുകേഷ് എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. CPI-യുടെ നിലപാട് തിരുത്തി ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ രാവിലെ തന്നെ രംഗത്തെത്തി. നിങ്ങൾ രാജിയാണ് ഒരു MLA ചെയ്ത തെറ്റിന്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് മുൻപുണ്ടായിട്ടുള്ള 2 MLA-മാർ രാജിവെക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ MLA-മാരുടെ പ്രശ്നമാണെങ്കിൽ എല്ലാ MLA-മാർക്കും ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ബാധകമാണ്. സെക്രട്ടറിയോട് ആലോചിക്കാതെ ആനി രാജ അജണ്ട നിശ്ചയിക്കുന്ന നീക്കത്തിൽ ബിനോയ് വിശ്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. മുന്നണിയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ പാർട്ടി കമ്മിറ്റി ചേർന്ന് വേണം തീരുമാനവും നിലപാടും എടുക്കേണ്ടതെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലത്തെ പാർട്ടി ഗൗരവമുള്ള കാര്യങ്ങളിൽ കമ്മിറ്റി കൂടി ആലോചിക്കും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നാലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഭൂരിപക്ഷവും മുകേഷ് രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഇത് കടുത്ത ആവശ്യമായി ഉന്നയിക്കേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുകേഷ് രാജിവെക്കണമെന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം ഉയർന്നിട്ടും പരസ്യമാക്കേണ്ടെന്ന നിലപാടാണ് ബിനോയ് വിശ്വം എടുത്തത്. മുഖ്യമന്ത്രിയെയും CPIM സംസ്ഥാന സെക്രട്ടറിയെയും ബിനോയ് വിശ്വം നേരിൽ കണ്ട് നിലപാടറിയിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. ഇതിനിടെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് ആവർത്തിക്കുന്ന സർക്കാരിന് മുകേഷിനെതിരായ പരാതികൾ വലിയ തിരിച്ചടിയാണ്. അറസ്റ്റ് കോടതി തടഞ്ഞത് ചൂണ്ടിക്കാട്ടി തൽക്കാലം പിടിച്ചു നിൽക്കാമെങ്കിലും ആ പ്രതിസന്ധി പൂർണ്ണമായി ഒഴിയുന്നില്ല. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഇപ്പോൾ രാജി വേണ്ട എന്നൊരു നിലപാടിലേക്ക് CPIM എത്തുന്നുണ്ട്. കോടതിയുടെ തീരുമാനം കൂടി ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ആ തീരുമാനവുമായി മുന്നോട്ട് പോകുക എന്നുള്ളതായിരിക്കും തീരുമാനമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നാളെ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്, മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. CPIM-ൽ നടക്കുന്ന ചർച്ചകൾ അതേത് തരത്തിലാണ്? ഒപ്പം തന്നെ CPI-യിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു രണ്ടഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യം, EP ജയരാജൻ ഇന്നുയർത്തിയ പ്രതിരോധം, ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണേണ്ടത് VA ഗിരീഷ്?
റേജിത്ത്, കോടതിയുടെ ഉത്തരവോടെ ഒരു താൽക്കാലിക ആശ്വാസം മുകേഷിനും CPIM-നും ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധി, ഇത്തരം കേസിൽ അകപ്പെട്ട ഒരാൾ, പ്രതിയായ ഒരാൾ MLA സ്ഥാനം രാജിവെക്കാത്തതിൻ്റെ കാരണം CPIM ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് CPIM-ന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. കാരണം ഒരു CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന് അവർ നൽകുന്ന ചില പ്രാധാന്യങ്ങളുണ്ട്. മറ്റ് പാർട്ടികളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് അവർ രാജിവെച്ചില്ലല്ലോ, അല്ലെങ്കിൽ കോൺഗ്രസിലെ ആരോപണ വിധേയരായിട്ടുള്ള MLA-മാർ രാജിവെച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇതാണ് CPI നേരത്തെ മുതൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ധാർമ്മികമായ ഒരു പ്രശ്നം CPIM എങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അതോടൊപ്പം തന്നെ CPIM സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാവുകയും ചെയ്യും. ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്ന അല്ലെങ്കിൽ കോടതി ഉത്തരവ് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുകേഷ് തൽക്കാലം വി. ഗിരീഷ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പശ്ചിമ ബംഗാൾ നടി നൽകിയ പരാതിയിൽ അതിൽ പ്രത്യേക അന്വേഷണ സംഘം സംവിധായകൻ ജോഷി ജോസഫിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ജോഷി ജോസഫ് സംസാരിക്കുകയാണ്. തത്സം അതെല്ലാം മാറ്റി നമ്മൾ വളരെ ന്യൂട്രലായി എന്ത് സംഭവിച്ചു എന്ന് തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞതുകൊണ്ട് ആണ് 3 മണിക്കൂർ പിടിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരത് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. അതിലൊരു അതായത് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിലൊരു പ്രശ്നമുള്ളത് എനിക്ക് പേഴ്സണലായിട്ട്, കാരണം ഞാൻ ഇവിടെ ഇപ്പോൾ ഈ സംഭവമായിട്ട് കുറച്ച് ആളുകൾക്ക് അറിയാമെങ്കിലും എനിക്കിവിടെ എന്നെ അറിയുന്നതിനേക്കാൾ ഞാൻ കൽക്കട്ടയിൽ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ എൻ്റെ ഇത് കാണാമല്ലോ അല്ലേ, കൽക്കട്ട ഫിലിംസ് ജോഷി ജോസഫ് ട്രിലോജി എന്ന് ഇതിനൊരു ചിദാനന്ദ ദാസ് ഗുപ്ത സെന്റിനറി അവാർഡ് കിട്ടിയ വലിയൊരു പുസ്തകമാണ്, വലിയൊരു സംഭവമാണത്. അപ്പോൾ ഞാൻ ഒരു കൊച്ചിക്കാരൻ, കൽക്കട്ടയിൽ നമ്മൾ സാംസ്കാരിക രംഗത്ത് അക്സെപ്റ്റഡാണ്. ഞാൻ സാക്ഷിയായ, എനിക്ക് 15 വർഷവും ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു സംഗതി, അത് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ നിന്നുണ്ടായ ഒരു അന്തരീക്ഷ മർദ്ദത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ഒരു വലിയ ഒരു സമാധാനമുണ്ട്. അപ്പോൾ പോലീസിന് ഞാൻ ആദ്യമായി മൊഴി കൊടുത്ത കൂട്ടത്തിൽ ആദ്യമായി ഞാൻ ഈ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞു. കാരണം ഈ പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ഞാൻ അവിടെ ഇങ്ങനെ പോയി താമസിക്കുന്ന ഒരാളല്ല. ഞാൻ അവിടെ ഒരു സാംസ്കാരിക രംഗത്ത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് ആളുകളെ അവിടെ ഉള്ളവരറിയാം. ആ കൂട്ടത്തിലാണ് ഞാൻ ശ്രീലേഖ മിത്രയും അറിയാവുന്നത്. അതിന് ഇടനിലക്കാരനായി നിന്ന എനിക്ക്, കൊച്ചിക്കാരനായ എനിക്ക് ഒരു നാണക്കേടിന്റെ അംശം കൂടിയുണ്ട്. ഞാൻ ചെയ്ത സംഗതി അല്ലെങ്കിലും വീട്ടില് ഇപ്പോൾ ഓരോ കഥകളും പുറത്തു വരികയാണല്ലോ. മലയാളത്തിലുള്ള ഒരു മഹാനടൻ എത്രയോ നമ്പറുകൾ എത്തിച്ചേർന്നതിന് അത് എത്രയോ നമ്പറുകൾ തികച്ചപ്പോൾ തിരുവനന്തപുരത്ത് 2000-ൽ ഒരു ആഘോഷം നടത്തിയെന്ന് ഒരാൾ പറയുന്നുണ്ടായി. അപ്പൊ ചീത്തപ്പേരുണ്ടാകുന്നത് ഇവരെല്ലാം ചെയ്യുന്ന ഈ കാര്യങ്ങൾക്ക് സിനിമ എന്ന രംഗത്ത് നിൽക്കുന്ന എനിക്ക് കൂടി ഇതിന്റെ എന്തോ ഒരു പാവഭാരം പേറേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 1-2 കാര്യങ്ങൾ ഒരു സ്ട്രൈക്കിംഗ് ദ എന്താ പറയാ, നമ്മൾ ഇനിയൊരു അവസരം ഉണ്ടാവില്ലല്ലോ, അങ്ങനെയാണ് സംഭവിച്ചത്. ഇത് തെളിയിക്കപ്പെടുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഈ ഒരു സംഭവം ഇത്തരം വർഷങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും അന്വേഷണ സംഘത്തിനും ഒരു പ്രതീക്ഷ ആയിട്ടുണ്ടോ? ഇതിലിപ്പോ ആ സംഭവത്തിന് പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്നത് ഈ അതിജീവിത തന്നെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുറിയിൽ ചെല്ലുന്നതും അവരെ ഈ വീട്ടിൽ കൊണ്ടുവരുന്നതും ഞാൻ പറഞ്ഞ 8-9 ആളുകളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ ഇത് നമ്മളൊരു ഉണ്ടാക്കി പറയുന്ന ഒരു സംഗതിയാണെങ്കിൽ ഒന്ന്, എനിക്ക് അന്ന് ഇത്രയും പേരോട് പറയാൻ കഴിയുമായിരുന്നില്ല. ഇത്രയും പേര് ഇപ്പോൾ എന്നെ വിളിച്ചിങ്ങോട്ട് പറഞ്ഞതാണ്. ഫാദർ അഗസ്റ്റിൻ പട്ടോലി ഒഴിച്ച്, ഫാദർ അഗസ്റ്റിൻ പട്ടോലിയോട് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു, കെ ആർ മീര, ഈ 2 പേരെല്ലാം ഞാൻ ആദ്യം ഓർത്തത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 6-7 പേര് എന്നെ വിളിക്കുകയാണ് ചെയ്തത്, ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു.
അപ്പം ഇത് സാഹചര്യ തെളിവുകളിലൂടെയാണല്ലോ ഇങ്ങനെ ഒരു സംഗതി തെളിയിക്കുക. അപ്പോൾ സാഹചര്യ തെളിവുകൾ വളരെ വളരെ ശക്തമാണ്. അപ്പോൾ അത് ബാക്കിയുള്ള എല്ലാ നിയമത്തിൻ്റെയും സാങ്കേതികതയുടെയും കാര്യങ്ങളാണ്. അവരിപ്പം ഈ സമൂഹ മാധ്യമങ്ങൾ അടക്കം പിന്മാറേണ്ട അത്തരത്തിലൊരു ട്രോമ അവർ അനുഭവിക്കുന്നുണ്ട്. അതെ, അവർ കൽക്കട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് 2 ദിവസം അവൈലബിൾ ആയി പറഞ്ഞു. പക്ഷേ സ്വാഭാവികമായും MLA സ്ഥാനത്ത് നിന്നുള്ള മുകേഷിന്റെ രാജി UDF നേരത്തെ ആവശ്യപ്പെട്ടതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. രാജിയിൽ കോൺഗ്രസ് നിലപാട് മയപ്പെടുത്തിയെന്ന വിമർശനം ഉയരുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം. രാജിയിൽ യൂത്ത് കോൺഗ്രസ് സമരരംഗത്ത് സജീവമാകുമ്പോഴും KPCC അധ്യക്ഷന് പോലും അങ്ങനെ ഒരു ആവശ്യമില്ല എന്നതും ശ്രദ്ധേയമാണ്. എൽദോസ് കുന്നപ്പള്ളി, M വിൻസെന്റ് എന്നീ MLA-മാരുടെ മുൻ അനുഭവങ്ങളാണ് M മുകേഷിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. മുകേഷിന്റെ രാജിയിൽ ഉറച്ച ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. എന്നാൽ നേരത്തെ തങ്ങൾ രാജി ആവശ്യപ്പെട്ടെന്ന ന്യായീകരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. CPI ആവശ്യപ്പെട്ടിട്ട് പോലും CPIM മുകേഷിന് സംരക്ഷണം ഒരുക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. മുകേഷ് എന്തായാലും രാജിവെക്കാൻ തയ്യാറല്ല. അപ്പോൾ CPM ആണ് എടുക്കേണ്ടത്. CPM ഇപ്പോൾ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഈ കാര്യത്തിൽ. CPM നിരവധി കേസുകൾ, ഇതുപോലത്തെ കേസുകൾ ആരോപണ വിധേയനായ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് കൊട ചൂടി പിടിച്ചുകൊണ്ട് നിൽക്കുക, ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക, ഒരു നടപടി എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ CPM-ന്റെ മുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപൂർവ്വം തന്നെയാണ് ആദ്യം പറഞ്ഞത് CPM തീരുമാനിക്കട്ടെ. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം വ്യത്യസ്തമാണെന്നും പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചു. 2016-ൽ M വിൻസെന്റിനെതിരെയുണ്ടായ ആരോപണം തന്ത്രപൂർവ്വം താൻ വന്നതിനു ശേഷമെന്ന വാക്കിലൂടെ മറച്ചുവെച്ചു. KPCC അധ്യക്ഷൻ K സുധാകരനും മുകേഷിന്റെ രാജി ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അതിനിടെ യൂത്ത് കോൺഗ്രസും UDF-ന്റെ ഘടകകക്ഷിയായ RSPയും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലാണ്. 24 തിരുവനന്തപുരം. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദീഖിന്റെ വാദം പൊളിയുന്നു. സിദ്ദീഖിനെ കാണാൻ യുവനടി ഹോട്ടലിൽ എത്തിയെന്ന് തെളിയിക്കുന്ന നിർണായക രേഖ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. 2016-ൽ മാസ്കോട്ട് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തെന്നാണ് യുവനടിയുടെ പരാതി. നിള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് മാതാപിതാക്കൾക്കൊപ്പം എത്തിയ നടിയെ കണ്ടിരുന്നുവെന്നും അതിനുശേഷം കണ്ടിട്ടില്ല എന്നുമാണ് സിദ്ദിഖിന്റെ വാദം. എന്നാൽ 2016 ജനുവരി 28-ന് സിദ്ദിഖിനെ കാണാൻ യുവനടി ഹോട്ടലിൽ എത്തിയിരുന്നുവെന്ന് സന്ദർശക രജിസ്റ്ററിൽ നിന്ന് വ്യക്തം. 3 ദിവസമാണ് സിദ്ദിഖ് ഹോട്ടലിൽ താമസിച്ചത്. മുറിയുടെ നമ്പർ ഓർമ്മയില്ലെന്നായിരുന്നു നടിയുടെ മൊഴി. കന്റോൺമെന്റ് AC-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രേഖകൾ പരിശോധിച്ചത്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി വനിതാ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. പരാതിയുടെയും FIR-ന്റെയും പകർപ്പ് ആവശ്യപ്പെട്ട് സിദ്ദിഖ് തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. കൊച്ചി സ്വദേശിയായ നടിയുടെ പരാതിയിൽ M മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ, മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു. കൊച്ചിയിലും തിരുവനന്തപുരത്തുമായാണ് കേസുകൾ. മുകേഷിനെതിരെ ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഇവരെ കൂടാതെ 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ജയസൂര്യ സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിങ്ങിനിടെ കടന്നുപിടിച്ചെന്നാണ് പരാതി. ഈ കേസിൽ പൊതുഭരണ വകുപ്പിനോട് രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്ര മേനോന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അറസ്റ്റ് പേടിച്ച് താരങ്ങൾ മുൻകൂർ ജാമ്യത്തിനായി നെട്ടോട്ടമോടുമ്പോൾ പരാതികളിൽ പരിശോധന സജീവമാക്കി കയ്യടി നേടുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. ഹേമ കമ്മിറ്റി മോഡൽ തമിഴ് സിനിമയിലും വേണമെന്ന് നടനും നടികർ സംഘം ജനറൽ സെക്രട്ടറിയുമായ വിശാൽ. തമിഴിലും സ്ത്രീകൾ സുരക്ഷിതരല്ല. സ്ത്രീകൾക്കായി ബൗൺസർമാരെ നിയോഗിക്കേണ്ട അവസ്ഥയാണ്. അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നവരെ സ്ത്രീകൾ ചെരുപ്പൂരി അടിക്കണമെന്നും താരം പറയുന്നു. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഈ മലയാള സിനിമയിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലെ സിനിമകളിലും ഇത്തരത്തിലൊരു സംവിധാനം വേണം എന്നുള്ള ആവശ്യം, ഒരു കമ്മിറ്റിയോ സംവിധാനമോ വേണം എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്നായി വരുന്നൊരു കാലം കൂടിയാണ്. അതിനിടയിൽ നടികർ സംഘം തന്നെ ഈ ആവശ്യം മുന്നോട്ട് വെക്കാനുള്ള സാധ്യത ഉണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് വിശാൽ വിശദീകരിക്കുന്നത്? മനേഷ് മൂർത്തി. ശ്രീജിത്ത്, തമിഴ് സിനിമയിലും തമിഴ് സിനിമാ ലോകത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരവധിയായി ഉണ്ട് എന്നുള്ളതാണ് വിശാൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ ഒരു അന്വേഷണം തമിഴ് ചലച്ചിത്ര മേഖലയിലും നടത്തണം. മാത്രമല്ല അതിനായി, അതായത് ഈ ഒരു സമിതി രൂപീകരിക്കണമെന്നൊരു ആവശ്യം നടികർ സംഘം തന്നെ ഉന്നയിക്കുമെന്നുള്ളതാണ് വിശാൽ പറയുന്നത്. മാത്രമല്ല നടികർ സംഘത്തിൽ ആരെങ്കിലും ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ള പരാതികൾ
നടികർ സംഘത്തിൽ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തും. നടികർ സംഘം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള സംഘടനയല്ല, അത് സ്ത്രീകളുടെ സംരക്ഷണം കൂടി ഉറപ്പുവരുത്തുന്ന രീതിയിൽ തന്നെയാണ് സംഘടന പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരാതി ലഭിച്ചാൽ കൃത്യമായ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. മാത്രമല്ല, ഇപ്പോൾ മലയാള സിനിമയിൽ സമാനമായ രീതിയിലുള്ള നിരവധി തുറന്നു പറച്ചിലുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ദുരനുഭവം ഏതെങ്കിലും നടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അത് തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരാൻ തയ്യാറാകണമെന്നും വിശാൽ പറയുന്നു. എന്തായാലും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സമിതി, അതായത് ഹേമ കമ്മിറ്റി പോലുള്ള ഒരു സമിതി അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് നടികർ സംഘം പറയുന്നത്. അതിനെന്തായാലും നടികർ സംഘം തന്നെ മുൻകൈ എടുക്കും എന്നും വിശാൽ പറയുന്നുണ്ട്. ശരി, മനീഷ് മൂർത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു ചെന്നൈയിൽ നിന്ന്. തമിഴ് സിനിമയിലും ഹേമ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സംവിധാനം ഈ പരാതികൾ കേൾക്കാൻ വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് നടികർ സംഘം. നടികർ സംഘം തന്നെ ആ ആവശ്യം മുന്നോട്ട് വെക്കും, അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ജനറൽ സെക്രട്ടറിയായ വിശാൽ. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. വഴി തടഞ്ഞെന്നാരോപിച്ച് മാധ്യമപ്രവർത്തകർക്കെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ പരാതി, അതിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു പോലീസ്. സുരേഷ് ഗോപിക്കെതിരായ പരാതിയിൽ കേസെടുക്കാതെയാണ് ഞൊടിയിടയിൽ മാധ്യമപ്രവർത്തകർക്കെതിരായ സർക്കാർ നടപടി. അതിനിടെ തൃശൂരിൽ വിരിഞ്ഞത് താമരപ്പൂവല്ല ചെമ്പരത്തിപ്പൂവാണെന്ന് പരിഹസിച്ച് മുൻ MP TN പ്രതാപൻ രംഗത്തെത്തി. ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തിയ കയ്യേറ്റം വെളിവാക്കുന്ന ദൃശ്യങ്ങൾ, പരാതിയും സാക്ഷിമൊഴിയും. പക്ഷേ വഴി തടഞ്ഞുവെന്ന കേന്ദ്രമന്ത്രിയുടെ പരാതിയിൽ കാമ്പും കഴമ്പും നോക്കാതെ മണിക്കൂറുകൾക്കുള്ളിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് സർക്കാർ കേസെടുത്തത്. മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചുവെന്ന് കാട്ടി മുൻ MLA അനിലക്കര നൽകിയ പരാതിയിൽ ഇന്ന് മൊഴി രേഖപ്പെടുത്തിയതല്ലാതെ ഒരു നടപടിക്കും സംസ്ഥാന പോലീസ് തുനിഞ്ഞിട്ടില്ല. പോലീസിന്റെ ഏകപക്ഷീയമായ നടപടിയിൽ പത്രപ്രവർത്തക യൂണിയനിൽ നിന്നടക്കം ഉയരുന്നത് ശക്തമായ പ്രതിഷേധം. രാജ്യചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത നടപടിയാണ് സുരേഷ് ഗോപിയുടേതെന്ന മുൻ MP TN പ്രതാപൻ. ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ മൊഴി കൊടുത്ത ഏതെങ്കിലും ചലച്ചിത്ര തങ്ങളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ള കുറ്റബോധം സുരേഷ് ഗോപിയെ വേട്ടയാടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ചിലർ പറഞ്ഞു കേരളത്തിൽ ആദ്യമായി തൃശ്ശൂരിൽ താമര വിരിഞ്ഞു എന്ന്. തൃശ്ശൂരിൽ വിരിഞ്ഞ് താമരയല്ല, തൃശ്ശൂരിൽ വിരിഞ്ഞിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്. സംസ്ഥാനത്തെ പോലീസ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോഴും സുരേഷ് ഗോപിയുടെ നടപടിയെ CPIM ജില്ലാ നേതൃത്വം തള്ളി. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവരോടും മാന്യമായി പെരുമാറേണ്ട ഒരു ബാധ്യത ഏറ്റവും ചുരുങ്ങിയത് ആ നിലയിലെങ്കിലും ആ ഒരു അന്തസ്സ് കാണിക്കേണ്ടതല്ല. അത് കാണിച്ചിട്ടില്ല. മോശമായ പെരുമാറ്റം, ചീത്ത പറയുക, കയ്യേറ്റം ചെയ്യുക, എന്നിട്ട് വാദിയെ പ്രതിയാക്കുന്ന രീതിയിൽ കേസിന് പോവുക, ഇതൊക്കെ എന്തായാലും അത് ഒരിക്കലും ശരിയായൊരു കാര്യമല്ല. മുകേഷ് MLAയുടെ രാജിയെ ചൊല്ലി പാർട്ടിയും സുരേഷ് ഗോപിയും രണ്ട് തട്ടിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കയ്യേറ്റം ചെയ്യുകയായിരുന്നു. 24 തൃശൂർ. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ കാറിൽ യുവാക്കളുടെ അപകടയാത്ര. കാറിന്റെ ഡോറിലിരുന്ന് യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തി. പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള വാഹനത്തിലാണ് അപകടയാത്ര. ആദ്യമ ദൃശ്യങ്ങൾ കാണാം. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ, ഇതിന് സമാനമായ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളിലായി നമ്മൾ കാണുന്നതാണ്. അതിൽ തന്നെ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുന്ന നടപടിയുമൊക്കെ നമുക്കറിയാം. എന്നിട്ടും ഇത്തരത്തിലുള്ള കാഴ്ചകൾ വീണ്ടും ഉണ്ടാകുന്നു. എന്താണ് ഈ സംഭവം? ഇതിൽ പോലീസിൻ്റെയോ മോട്ടോർ വാഹന വകുപ്പിൻ്റെയോ ഒക്കെ ഇടപെടലുണ്ടായിട്ടുണ്ടോ രാഹുൽ വിജയൻ? ശ്രീജിത്ത്, നിലവിൽ ഈ വാഹനത്തിനെതിരെയോ അല്ലെങ്കിൽ വാഹനത്തിലുണ്ടായിരുന്നവർക്കെതിരെയോ നടപടിയെടുത്തതായിട്ടുള്ള വിവരങ്ങളില്ല. ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് CCTV ദൃശ്യങ്ങളിലെ സമയം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനും ഇടയിൽ അമലഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരമൊരു യാത്ര നടന്നിരിക്കുന്നത്. അവിടെയുള്ള ഒരു ഹോട്ടലിന്റെ CCTV ദൃശ്യങ്ങളിലാണ് ഈ കാറിലെ അപകടയാത്ര പതിയുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള കാറാണ്. സമീപകാലത്ത് സമാനമായ രീതിയിൽ നിരവധി സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ പോലീസിന്റെയും അടക്കം ശക്തമായ പരിശോധനയുണ്ടായിരുന്നു. അതിൽ കേരളത്തിലുള്ള ആളുകൾ ഒരു പരിധിവരെ മര്യാദ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാവധാനം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വാഹനം ഓടിക്കാം എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയെങ്കിൽ പോലും കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന ആളുകൾ അത് അറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു
അവസ്ഥ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ ഈ ദൃശ്യങ്ങൾ പെടുത്തുകയാണ്. നടപടി ഉണ്ടാകേണ്ടതാണ്. കേരള അതിർത്തി കടന്നു പോകാൻ സാധ്യതയുണ്ട് ഈ വാഹനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കട്ടപ്പനയിൽ നിന്ന്. കായംകുളം CPIM-ൽ പൊട്ടിത്തെറി. പുളിക്കണക്ക് ബ്രാഞ്ച് കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെച്ചു. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെയാണ് രാജിയുണ്ടായിരിക്കുന്നത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, നേരത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരായ നടപടി, ഒരു അംഗത്തിനെതിരായ നടപടി, അതൊക്കെ വിഭാഗീയതയുടെ ഭാഗമാണ് എന്നുള്ള വിമർശനം അതിശക്തമായി വരുന്നതിനിടെ ഒരു കൂട്ടരാജി തന്നെ ഉണ്ടാവുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം എങ്ങനെയാണ് മനീഷ് മഹിബാൽ? ശ്രീജിത്ത്, വിഭാഗീയ പ്രശ്നങ്ങളിൽ ഏറെ പേരുകേട്ട കായംകുളത്താണ് പാർട്ടി സമ്മേളനങ്ങൾ അടുത്തു നിൽക്കെ പാർട്ടി ശക്തി കേന്ദ്രമായിട്ടുള്ള പുളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള മാവേലി സ്റ്റോർ ബ്രാഞ്ച് കമ്മിറ്റിയിലെ 12 പേരാണ്, 2 വനിതകളടക്കം 12 പാർട്ടി മെമ്പർമാരാണ് രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പാർട്ടി ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ രാജി തനിക്ക് ലഭിച്ചിട്ടില്ല. സാങ്കേതികമായി CPIM-ൽ രാജി എന്ന നടപടിയില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് തങ്ങൾ വിടുതൽ കത്ത് നൽകിയിട്ടുള്ളതെന്നാണ് 12 അംഗങ്ങളും പറയുന്നത്. കഴിഞ്ഞ ദിവസം ബ്രാഞ്ച് സെക്രട്ടറി ഷ്യാമിനെയും ഒപ്പം തന്നെ ഷ്യാം ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ്, പാർട്ടി അംഗമായിട്ടുള്ള മോഹനൻ പിള്ളയ്ക്കുമെതിരെയും സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ എടുത്തിരുന്നു. വാർഡ് യോഗത്തിലടക്കം നേതൃത്വത്തിനെതിരെ ഏരിയ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റിക്കുമെതിരെ വിമർശനങ്ങൾ ഇവർ ഉന്നയിച്ചിരുന്നു. ഇതിലാണ് ഇത്തരത്തിൽ വിഭാഗീയ പ്രശ്നങ്ങൾ ആണ് ഇവരെ പുറത്താക്കാൻ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ കാരണമെന്ന് കാണിച്ചുകൊണ്ട് ഇന്നലെ ചേർന്ന ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിലടക്കം 10 പേർ പ്രതിഷേധിക്കുകയും നേതൃത്വത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പെടുന്ന 12 പേർ രാജിക്കത്ത് സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയെന്ന കത്ത് പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും പാർട്ടി സമ്മേളനങ്ങൾ അടുക്കാനിരിക്കുകയാണ്. ഒപ്പം തന്നെ കായംകുളത്ത് ഇനിയും ഈ ബ്രാഞ്ച് കമ്മിറ്റിയിലെയും ഈ പുളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള വിവിധ ബ്രാഞ്ച് കമ്മിറ്റിയിലെയും പാർട്ടി മെമ്പർമാർ രാജിവെക്കുമെന്നുള്ള അവകാശവാദവും ഇവർ ഉയർത്തുന്നുണ്ട്. ചില നേതാക്കൾക്ക് ഉള്ള വഴിവിട്ട ബന്ധം, BJP നേതാക്കളുമായിട്ടുള്ള ബന്ധം, ഇത്തരം കാര്യങ്ങളെ വിമർശിച്ചതും പാർട്ടി നേതാക്കളുടെ ചില കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കവുമാണ് ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഈ 12ഓളം പേരുടെ രാജിയിലേക്ക് നയിച്ചത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ശ്രീജിത്ത്. ശരി, മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന്. ചെറിയൊരു ഇടവേളയിലേക്ക് കൂടി പോകാനുള്ള സമയമായിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റ് റിപ്പോർട്ടുകളുമായി നമ്മൾ തിരികെ എത്തും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി 2100 കോടി രൂപയുടെ വായ്പ അനുവദിച്ചിരിക്കുന്നു നബാർഡ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയും നബാർഡും തമ്മിലാണ് കരാർ. അഖിൽ ഷാൻസാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാൻസാർ, വിശദാംശങ്ങൾ എന്താണ്? കരാർ എങ്ങനെ? അഖിൽ ഷാൻസാർ. റീജിത്ത്, വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അദാനി തുറമുഖത്തിന് നൽകേണ്ടത് 1800 കോടി രൂപയാണ്. ഇത് 3 ഗഡുക്കളായാണ് സർക്കാർ അദാനിക്ക് നൽകേണ്ടിയിരുന്നത്. ഇതിൽ 2ാം ഗഡുവിന്റെ പകുതി വരെ മാത്രമാണ് സർക്കാർ നൽകിയത്. ബാക്കിയൊക്കെ അദാനിക്ക് കുടിശ്ശികയായി തുടരുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നബാർഡിൽ നിന്ന് ലോൺ എടുക്കുന്ന തീരുമാനത്തിലേക്ക് വിസില് നേരത്തെ തന്നെ കടന്നത്. സർക്കാർ നേരത്തെ അതിന് അംഗീകാരവും നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നബാർഡും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡുമായി 1200 കോടി രൂപയുടെ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. 15 വർഷത്തെ വായ്പയാണ് നിലവിൽ 1200 കോടി രൂപയായി നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ കരാറ് ഇന്നാണ് ഒപ്പുവെച്ചത്. എന്തായാലും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അദാനിക്ക് സർക്കാർ ആദ്യഘട്ടത്തിൽ നൽകേണ്ട തുക, ഒപ്പം ഈ റെയിൽ കണക്ടിവിറ്റി തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ ഉള്ള തുക ഇതിൽ നിന്ന് ഈടാക്കാനാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ ലാൻഡ് അക്വിസിഷൻ, സ്ഥലമേറ്റെടുപ്പ്, അതുപോലെ തന്നെ പുലിമുട്ട് നിർമ്മാണം തുടങ്ങിയവയുടെ സംബന്ധിച്ചുള്ള തുകയും ഈ വായ്പയിലൂടെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഈ വായ്പ അനുവദിക്കുന്നതോടുകൂടി കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് അദാനി പോർട്ട് അധികൃതരും. ശരി, അഖിൽ ഷാൻസാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ, വിവിധ ജില്ലകളിൽ ചില ഭാഗങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്നു എന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എറണാകുളത്ത് നല്ല മഴ എന്ന് പറയുന്നു നസ്ഫിലത്ത് നൊച്ചു എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന്. അതുപോലെ ബീന, എറണാകുളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ശക്തമായ മഴയുണ്ട് എന്ന് പറയുന്നു. ഷഫീറ ഹബീബ്, കോഴിക്കോട് മഴയുണ്ട് എന്ന് പറയുന്നു. എറണാകുളം ജില്ലയിൽ നല്ല മഴയുണ്ട്, ഇടുക്കിയിൽ നല്ല മഴയുണ്ട് എന്നൊക്കെ ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇങ്ങനെ മഴയുണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ കാണാറുള്ളൊരു കമൻറ്റാണ് നാളെ സ്കൂളുകൾക്ക് അവധിയാണോ എന്നുള്ള കാര്യം. അതും ഒരുപാട് പ്രേക്ഷകർ ഉയർത്തുന്നുണ്ട്. അങ്ങനെ ഒരു അറിയിപ്പും ഇതുവരെയും വന്നിട്ടില്ല. ഒരു സ്ഥലത്തും അവധി പ്രഖ്യാപിച്ചിട്ടുമില്ല. അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായാൽ അത് ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കാറുമുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ശുചിത്വ അംബാസിഡർ പദവി നടൻ ഇടവേള ബാബു രാജിവെച്ചിരിക്കുന്നു. ഇടവേള ബാബുവിനെതിരെ ലൈംഗികാരോപണ പരാതി ഉയർന്നതോടെ പദവിയിൽ നിന്ന് നീക്കണം എന്നുള്ള ആവശ്യം
ശക്തമായി ഉയർന്നിരുന്നു. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ എന്താണ് സൂരജ്? ടി.കെ. ഇടവേള ബാബു ഏതാനും വർഷങ്ങളായി ഇരിങ്ങാലക്കുട നഗരസഭയിലെ ശുചിത്വ അംബാസഡർ ആയിരുന്നു. ആ പദവി വഹിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ ഇപ്പോഴുണ്ടായ ലൈംഗിക ആരോപണങ്ങൾ അടക്കമുള്ള കേസുകളുടെ പശ്ചാത്തലത്തിൽ ഈ രാജിവെക്കണം, ഈ സ്ഥാനത്ത് നിന്ന് പദവി ഒഴിയണം ഇടവേള ബാബു എന്നൊരു ആവശ്യം ശക്തമായിരുന്നു. ഇത് സംബന്ധിച്ച് ചെയർപേഴ്സൺ അടക്കം ചില പൊതുപ്രവർത്തകർ പരാതി നൽകുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇപ്പോൾ ഇടവേള ബാബു ഇത് സംബന്ധിച്ച്, അതായത് ഈ താൻ പദവി ഒഴിയുകയാണെന്ന് സംബന്ധിച്ച് ഒരു കത്ത് നൽകിയിരിക്കുന്നു. അതിൽ പറയുന്നത് ഇപ്രകാരം, അതായത് ഏതാനും വർഷങ്ങളായി ഇത്തരത്തിൽ ഈ ശുചിത്വ അംബാസഡറായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് വന്ന ചില ആരോപണങ്ങളും അതിനെ തുടർന്ന് തന്റെ പേരിൽ ചില കേസുകളുമുണ്ട്. ഈ കേസുകളിൽ അന്വേഷണം നടക്കുന്നത് ഇരിങ്ങാലക്കുട നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് കളങ്കമുണ്ടാക്കരുത് എന്ന പശ്ചാത്തലത്തിലാണ് തന്റെ രാജിയെന്നും അതുകൊണ്ട് തന്നെ ഈ പദവിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഒരു തരത്തിലും ഈ നഗരസഭയ്ക്ക് കളങ്കമുണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് ഈ പദവി ഒഴിയുന്നതെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും പൊതുപ്രവർത്തകരടക്കം ഈ ഇടവേള ബാബു ഇത് സംബന്ധിച്ചുള്ള ശുചിത്വ അംബാസിഡർ പദവി ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇടവേള ബാബു തന്നെ സ്വമേധയാ ഈ രാജിവെച്ചിരിക്കുന്നത്. ടി.കെ. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് കോഴിക്കോട്ട് നിന്നാണ്. കോഴിക്കോട് കായക്കൊടിയിൽ മിന്നൽ ചുഴലി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കായക്കൊടി പഞ്ചായത്തിലെ പട്ടറുകുളങ്ങര, നാവോട്ടുകുന്ന് ഭാഗങ്ങളിലാണ് മിന്നൽ ചുഴലി ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഉണ്ടായിരിക്കുന്നത്. നാവോട്ടുകുന്നിൽ 3 വീടുകൾ തകർന്നിട്ടുണ്ട് എന്നുള്ള വിവരം അതിനോടൊപ്പം വരുന്നുണ്ട്. 2 വീടുകൾക്ക് കേടുപാടുകൾ പറ്റി എന്നുള്ള വിവരവും അതിനൊപ്പമുണ്ട്. വൈദ്യുതി ബന്ധം ചിലയിടങ്ങളിൽ നഷ്ടമായിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള വിവരം കോഴിക്കോട്ട് നിന്ന് മിഥില ബാലൻ അറിയിക്കുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് പാലക്കാട്ട് നിന്ന് വരുന്ന വിവരമാണ്. പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കുട്ടി അകപ്പെട്ടു എന്നുള്ളതാണ്. പരിഭ്രാന്തരായ രക്ഷിതാക്കൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്, ഏറ്റവും പുതിയ വിവരം എന്താണ് എന്നുള്ള കാര്യം നിഖിൽ പ്രമേഷ് പങ്കുവയ്ക്കും അല്പസമയത്തിനകം.